രണ്ട് പശുക്കൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടതോടെയാണ് കോർപ്പറേഷൻ പരിധിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന സംശയം ബലപ്പെട്ടത്. പുലി ആക്രമിച്ചതുമായി ഏറെ സാമ്യമുള്ള മുറിവുകളാണ് പശുക്കളിൽ കണ്ടത്. നഗരത്തിനടുത്തുള്ള പള്ളിയാമൂലയിലായിരുന്നു സംഭവം. ഉച്ചയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തഹസിൽദാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് പുലിയെ കണ്ടെത്താനായി 2 ക്യാമറകളും കൂടും സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം പശുക്കളെ കൊന്ന സ്ഥലത്ത് ഇറച്ചി തിന്നാൻ രാത്രിയോടെ പുലി എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് ക്യാമറയും കൂടും സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു 12 കൂടിയാണ് 2 പശുക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് ഒരു പുലിയുടെ ആക്രമണം മൂലമാണ് എന്ന് ഏകദേശം ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനും ഇന്നും അവിടെയും നമ്മൾ ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ഇൻഫ്രാറെഡ് ക്യാമറകളാണ് പള്ളിയാമൂലയിലും വായ്പറമ്പിലുമായി ഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ കൂട് സ്ഥാപിച്ച വായ്പറമ്പിൽ പുലി വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് രണ്ടാമത്തെ ക്യാമറ. നാട്ടുകാർ ഭയചകിതരാകേണ്ടെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. പുലിയാണെന്ന സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് ആദ്യ ശ്രമമെന്നും DFO പറഞ്ഞു. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.